നമ്മുടെ ഹൈദരാബാദ് വന്ന മസ്റ്റായിട്ടും കാണേണ്ട ഒരു സ്ഥലമാണ് കുത്തബ് ഷാഹി എന്നുള്ളത്. അപ്പോൾ അവിടെയാണ് ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് കേട്ടോ. ഇവിടെ ആൾക്കാർക്ക് പ്രവേശിക്കാനായിട്ട് പെർ പേഴ്സൺ 10 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ മൊബൈലാണെങ്കിൽ 50 രൂപ ചാർജ് വരുന്നുണ്ട്. അന്ന് 20 രൂപ കേട്ടോ ചാർജ് വരുന്നത്. എനിക്ക് തെറ്റി, കഴിഞ്ഞത് 10 രൂപയായിരുന്നു. ഇപ്പോൾ വണ്ടിക്ക് എത്ര 60 രൂപ അല്ലേ? 30 2 വണ്ടി 60. ഓക്കെ. പിന്നെ ബസ്സുകാർക്കാണെങ്കിൽ നല്ല റേറ്റ് വരും. 250-300 രൂപ കണ്ട് റേറ്റ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ മൊബൈലിന് ഓൾറെഡി 6000, ഫോട്ടോഷൂട്ടിന് 6000, അങ്ങനെ ഒരുപാട് റേറ്റ്സ് ഇവിടെ ഉണ്ട്. പക്ഷേ ഇവർ പറയുന്നതനുസരിച്ച് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇവിടെ ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ, അതായത് ഇൻസ്റ്റാ പേജൊക്കെ ആയിട്ട് ഹൈദരാബാദ് മല്ലൂസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ പേജിൻ്റെ വഴി ഇവിടെ കുറേ ട്രഷർ ഹണ്ടുകളും പരിപാടികളൊക്കെ നടക്കാൻ നേരത്താണ് ഇവർ ഫുള്ള് എക്സ്പ്ലോർ ചെയ്യുന്നത്. ആ സമയത്ത് കണ്ടത് വെച്ച് ഒരുപാടധികം എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നാണ് ഇവർ പറയുന്നത്. നമ്മളെന്തായാലും മൊത്തം ഒന്ന് ചുറ്റിക്കണ്ട് നടന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ കണ്ട കുത്തബ് ഷായുടെ ഒരു പാർക്കിൻ്റെ ലാൻഡ്സ്കേപ്പിനെ പറ്റി മൊത്തം ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാടധികം ഹിസ്റ്റോറിക്കലായിട്ട് 1902-3 AD കാര്യങ്ങളും 1826 AD-യിലെയും 1878 AD-യിലെയും ഒരുപാടധികം പഴക്കമുള്ളതാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ട് നല്ല പഴക്കമുള്ള, നമ്മൾ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന, ഇതിൻ്റെ ഫുള്ള് ഹിസ്റ്റോറിക്കലായിട്ട് കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഇവർ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അല്ല, ഇപ്പോഴും റെനോവേറ്റ് ചെയ്യാത്ത ഒരെണ്ണം ഉണ്ടെന്ന് ഞാനിങ്ങനെ കണ്ടിരുന്നു ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഹിസ്റ്ററി പരമായ കാര്യങ്ങൾ. ഡെക്കാൻ പാർക്ക് അത് ഫുള്ള് നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് ഇങ്ങനെ പോകേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പോയ സ്ഥലം ഏതായിരുന്നു? കഴിഞ്ഞ ദിവസം അല്ല, അതിനു മുമ്പ് ചൗമല്ല. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു സാധനം എഴുതി വെച്ചിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ബെറ്ററാണ്. നമുക്ക് അവിടെ ചെന്ന ഒരു കാര്യം മനസ്സിലാവില്ല, അവിടെ എന്താണെന്ന് ആരാണെന്നും ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് കേട്ടോ. പക്ഷേ ഇത് കറക്റ്റായ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അന്നത്തെ ഇവർ പിന്നെ തെലങ്കാനക്കാർ അത്ര ഹിസ്റ്റോറിക്കലായ പ്ലേസുകളൊന്നും കാത്തു സൂക്ഷിക്കുന്നവരല്ല. ഇപ്പോൾ ഇതിപ്പോൾ കിടിലൻ തോമ്പുകളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ വരുന്ന വഴിക്കും കാര്യങ്ങളിലെല്ലാം ഇത് തോമ്പ് വളരെ കെയർലെസ് ആയിട്ട് കൊണ്ടു നടക്കുന്നതാണ്. 106 ഏക്കറിലാണ് ഇതിൻ്റെ മൊത്തം പ്രോപ്പർട്ടി ഇരിക്കുന്നത്. പക്ഷേ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് അകലെ നിന്ന് കാണുവാണെങ്കിൽ ഇതിൻ്റെ ഒരുപാട് തോമ്പുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിൽക്കുന്നത് നമുക്കിത് കാണാൻ സാധിക്കും. അപ്പോൾ ഭയങ്കര വലിയൊരു പ്ലോട്ടാണ് കേട്ടോ. ഇതിപ്പോൾ ഹിസ്റ്റോറിക്കലായിട്ടൊരു പ്ലേസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായ ജിയോഗ്രഫിക്കൽ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. പഴയ മരങ്ങളും കെട്ടിടങ്ങളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പണി തീരാത്ത തോമ്പ് കാര്യങ്ങൾ വരുന്നത്. പോടാ, നീ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് എന്നെ പറ്റിക്കില്ലേ നീ? എവിടെ ഇത് എത്ര വർഷമായി? അടക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിൻ്റെ ഒരു ചെറിയ കബർ ഉണ്ട് എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് സെറ്റപ്പ് ആയിട്ടില്ല അന്ന്. അങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ടായിരുന്നു, ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ തോമ്പ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുമ്പോൾ പലതരം തോമ്പുകൾ ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്ററി വീഡിയോ ഞാൻ വേറെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു വ്ലോഗ് പോലെ നമുക്കിത് മൊത്തം കണ്ടിരിക്കാൻ പാകത്തിനുള്ള വീഡിയോ മാത്രമായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർ മാക്സിമം രാവിലെയോ വൈകുന്നേരം വരെ ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ വേറൊരു സ്ഥലം മൗലാലി ഹില്ലൊക്കെ പോയിട്ടാണ് ഇവിടെ വന്നത്. അതിൻ്റേതായ വെയിലുണ്ട്, കാരണം ഉച്ച സമയമാണ്, ഏകദേശം 2:30 കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതേപോലെ വെയിലുണ്ട്. ഈ ഒരു സമയത്തൊന്നും ഇവിടെ വന്നിട്ട് യാതൊരു കാര്യമില്ല, ഭയങ്കര ചൂടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ വന്ന് കാര്യങ്ങളൊന്നും ബാലൻസ് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒത്തിരി വെള്ളമൊക്കെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ക്യാൻറ്റീന് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു വലിയ കുളമുണ്ട് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് വെള്ളം അങ്ങോട്ട് അടിച്ചിടുവാണ്. അങ്ങനെയാണ് ഇവിടെ വെള്ളം മെയിൻറ്റെയിൻ ചെയ്യും. കൈവിളി ഭയങ്കര സെറ്റപ്പാണ്. അപ്പോൾ ഇത് ഈ വഴി ഇറങ്ങും അല്ലേ? ഈ വഴി അങ്ങോട്ട് ഇറങ്ങി, പക്ഷേ അത് പൊട്ടിട്ടേക്കണം. അങ്ങോട്ട് ഇറങ്ങാൻ ഇപ്പോൾ പറ്റില്ല. പക്ഷെ കൊള്ളാം, ഏരിയ ഒരുപാട് എക്സ്പ്ലോർ ആണ്. 106 ഏക്കറാണെന്നാണ് പറഞ്ഞത്. 106. ഇവിടെ ലാസ്റ്റ് ഇങ്ങോട്ട് വരുമ്പോൾ വേറൊരു കുളമുണ്ട്. ഇതിൻ്റെ എന്തോ പണി നടക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. മറ്റേ കുളം പോലെ അല്ല, അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ പണി നടക്കുന്ന കാരണം അങ്ങനെ വലിയ കാര്യമായിട്ട് ഇല്ല. പക്ഷേ ഭയങ്കര ഡേഞ്ചറാണ്. ഒരു ബാരിക്കേഡ് പോലും വെക്കാതെ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയും ബാക്കിയുള്ള കുറേ തൊമ്പുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചിറങ്ങി പോകാം കേട്ടോ. രാവിലെ അല്ല, ഇന്നലെ വൈകുന്നേരം ഇറങ്ങിയതാണ്.
രാത്രി പോയി 8:45 വന്ന് 8:45 കഴിഞ്ഞാൽ വീട്ടിൽ കയറിയപ്പോൾ 1:30 കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 3 മണിയായപ്പോൾ ഇറങ്ങി. ഇപ്പോൾ ഏതാണ്ട് ഇന്നേ വരെ ഒരു സാധനമില്ല. എന്ത് ഇഷ്ടപ്പെടാന്നറിയോ? ഉറങ്ങിയത് വെറും 1 മണിക്കൂർ, ഇവർ 2.5 മണിക്കൂർ കണക്കിലും തെറ്റിച്ച്. വൈകുന്നേരം 1.5 മണിക്കൂർ ഉറങ്ങി. നീ ഉറങ്ങിയില്ലേ? നീ കിടന്ന് പൂക്കുറ്റി ഉറക്കായിരുന്നു കേട്ടോ. കിടിലം ഉറക്കായിരുന്നു. ഇന്നെന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഉറക്കില്ല. അതെന്നാ ഞാൻ എന്താ ഉറങ്ങിയ പ്രശ്നം? അങ്ങനെയാ എനിക്കെന്നാ പ്രശ്നം? ഇല്ലല്ലോ, നിങ്ങൾ രാത്രി അവിടെ പോയില്ലേ? എന്തായാലും ഞാൻ പോയിട്ട് വരാം. ടാറ്റ.